എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് അവിയലാണ്. അവിയൽ തയ്യാറാക്കാനായിട്ട് നമ്മൾ കുറച്ച് കഷ്ണങ്ങളെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 5-8 സൈസ് കഷ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒഴിവാക്കിയ കഷ്ണം ഇത് വെണ്ടക്കായ, വഴുതനങ്ങ, കയ്പ്പക്കായ, അതായത് പാവയ്ക്ക, ഇത് മൂന്നും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. മത്തങ്ങ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, മുരിങ്ങക്കായ, പടവലം, കായ, അച്ചിങ്ങ, അങ്ങനെ കുറച്ച് കഷ്ണങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ എടുത്താൽ മാത്രം മതി. നമുക്ക് എത്ര കഷ്ണം എടുക്കാൻ പറ്റും, നമുക്ക് എന്തോരം കഷ്ണങ്ങൾ കഴിക്കാൻ പറ്റും, അതിനനുസരിച്ചുള്ള കഷ്ണങ്ങൾ നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ അവിയൽ നമ്മൾ പെട്ടെന്ന് കേടുവരാണ്ട് നമുക്ക് എങ്ങനെ അവിയൽ ഉണ്ടാക്കിയെടുക്കാം, അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നമ്മൾ ഒരു സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു 4-5 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം ഇട്ട് കൊടുക്കാം, നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അവിയലിലൊക്കെ ഒരുവിധം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഒന്ന് വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ല സാധാ അവിയൽ പോലെ വെച്ചാൽ മതി. ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കേണ്ടി വരില്ല. നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൊണ്ട് ചേർക്കാം. ഒരുപാട് നമുക്ക് വഴറ്റൊന്നും വേണ്ട, അത്യാവശ്യം ഒന്ന് വഴറ്റിയാൽ മതി, വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ക്രഷ് ചെയ്ത് കൊണ്ടുവന്ന് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കിനി നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നമുക്ക് ഒരു 5-10 ആൾക്കാർക്കൊക്കെ ഈ അവിയൽ നമുക്ക് വിളമ്പാം. ഓണൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ ആൾക്കാർ കൂടുതലുണ്ടാവില്ല. കുറേ സൈസ് കറികളുള്ളപ്പോൾ നമ്മൾ അവിയൽ മാത്രം കുറേ എടുക്കില്ലല്ലോ, കുറേശ്ശെയല്ലേ വിളമ്പുള്ളൂ. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിക്കണം. നമുക്കിത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, ഇത് ഡ്രൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പെട്ടെന്നൊന്നും ചീത്താവില്ല അതിൽ അവിയൽ. നമ്മൾ അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. വെള്ളമില്ലാത്ത അവിയലല്ലേ. നമ്മുടെ അവിയൽ എന്തായാലും നോക്കാം. നമുക്ക് നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു, അത് കൊണ്ട് ഉടഞ്ഞു പോകാണ്ടെടുക്കണം നമ്മുടെ അവിയൽ. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം.
കുറച്ച് തൈര് നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ പുളിയുള്ള തൈരല്ല കേട്ടോ, പാക്കറ്റ് തൈരാണ്. നമുക്ക് ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നമുക്കൊന്ന് തട്ടിപ്പൊത്തി ഒരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൈരും ചേരുമ്പോൾ നമ്മളെ അവിയൽ നല്ല ടേസ്റ്റ് വരാം. ഒരു 2 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ അവിയൽ നമ്മൾ ഒരു 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞു. നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലാണ് ഇത്. 2 ദിവസമൊക്കെ കേടാവാണ്ടിരിക്കുന്ന ഒരു അവിയലാണിത്. വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി നന്നായിട്ട് വേവിച്ചു എന്ന് മാത്രം. അപ്പോൾ 2 ദിവസം നമ്മൾ കേടാവാണ്ടിരിക്കും. നമ്മൾ ഓണമൊക്കെ ആകുമ്പോൾ എല്ലാം കഴിച്ച് കഴിയില്ലല്ലോ. അപ്പോൾ നമുക്ക് 2 ദിവസമൊക്കെ എടുത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. അപ്പം അടിപൊളി അവിയലാണ് കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. സൂപ്പർ അവിയലാണ്. എല്ലാവരും എങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു.